وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാനിന് പറഞ്ഞ അഞ്ചാമത്തെ അടയാളം വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സാമ്പത്തിക ചെലവുകൾ ചെയ്യുമ്പോൾ അവർ ധൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാതെ മിതത്വം പാലിക്കുന്നവരായിരിക്കും. ഇക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു അടയാളമാണിത്. ഈ സംസ്കാരം നമ്മിലുണ്ടോ? അല്ല, നാം പിശുക്കന്മാരാണോ? അതുമല്ലെങ്കിൽ നാം ധൂർത്തിൽ എത്രമാത്രം അകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നാം സ്വയം വിലയിരുത്തണം. ആഡംബര കല്യാണങ്ങൾ, ആർഭാട വീടുകുടിയിരിക്കലുകൾ, അമിതമായ ചെലവുള്ളതും ഹറാമ് കലരുന്നതുമായ മിഠായി കൊടുക്കൽ ചടങ്ങ്, നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ വരുമാനവും പരിഗണിക്കാതെ പൊങ്ങച്ചവും ഉയർന്ന നിലവാരവും പ്രകടിപ്പിക്കാൻ ഭക്ഷണം, വാഹനം, പാർപ്പിടം പോലുള്ളവയിൽ പണം പലിശക്കെടുത്തിട്ടാണെങ്കിലും ചെലവ് ചെയ്യുക. മക്കളുടെ പഠനത്തിന്, വിവാഹധൂർത്തിന്, ഉയർന്ന നിലവാരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാൻ, തൻ്റെ അവസ്ഥയേക്കാൾ ഉയർന്ന വീടുകൾ പണിയാൻ, ഇതിനെല്ലാം ബാങ്കിൽ നിന്ന് പണം പലിശക്കെടുക്കുന്ന വൻദോഷങ്ങളിൽ പെടുന്ന ധൂർത്തുകൾ, ഇവയെല്ലാം ഹറാമായ വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാക്കിയ ധൂർത്തുകളാണ്. ഇവയൊന്നും ഇന്നൊരു വിഷയമേ അല്ലാതെയായിരിക്കുകയാണ്. ഇത്തരം ധൂർത്തുകളെ പ്രോത്സാഹിപ്പിക്കാൻ, മക്കളെയും ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും മറ്റും വശീകരിക്കാൻ പല കോർപ്പറേറ്റുകളും വിദഗ്ധമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അവരുടെ കെണികളിൽ നമ്മുടെ ഭാര്യമാരും മക്കളും പെട്ടുപോകുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബനാഥൻ കടം വാങ്ങാനും പലിശയ്ക്ക് കടം വാങ്ങാനുമൊക്കെ നിർബന്ധിതരാകുന്നു. അവസാനം ബറക്കത്തില്ലാത്തൊരു കുടുംബമായി മാറുന്നു. നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ബിസിനസ് ആവട്ടെ, വീടാവട്ടെ, വാഹനമാവട്ടെ, പാർട്ടികളാവട്ടെ, ഇവയൊന്നും കടുത്ത ഹറാമായ പലിശപ്പണം കലർന്നത് ആവരുത്. അത് ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അത്തരം കല്യാണങ്ങളും ബന്ധങ്ങളും വീടുകളും വാഹനങ്ങളുമൊക്കെ തീരാ ദുഃഖങ്ങൾ സമ്മാനിക്കുന്നവയായി പരിണമിക്കും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവയുടെ ഗൗരവം എടുത്തു പറഞ്ഞതാണല്ലോ. പലതിലും പിന്നീട് ബറക്കത്ത് ലഭിക്കാത്തതും ടെൻഷനുകൾ കൂടാനുമുള്ള കാരണം ഈ പലിശ ബന്ധങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. പലിശ ഇടപാടിനെ അള്ളാഹു തകർത്ത് നശിപ്പിച്ച് കളയും. അതേസമയം ദാനധർമ്മങ്ങളെ അള്ളാഹു വർദ്ധിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. ഇത് സദഖയുടെ പ്രത്യേകതയാണ്, പലിശയുടെ അപകടമാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.